രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന രാവിലെ സച്ചിക്കുള്ള ചായയൊക്കെ ആയിട്ട് രേവതി എല്ലുവേണം. ആ സമയം സച്ചി പറഞ്ഞു, ഓഹ് എന്താ നിലത്തില വല്ലാത്തൊരു ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ ക്ഷീണം ഉണ്ടാതിരിക്കും സച്ചേട്ടാ? അമ്മാതിരി മൂക്കുമുട്ടല്ലേ ഇന്നലെ കുടിച്ചത്. അതെ, ഞാൻ രാത്രി മദ്യപിച്ചിട്ട് വരുന്ന ഒരാളാ. സ്ഥിരമല്ലെങ്കിലും മിക്കപ്പോഴും തന്നെ കുടിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ രാവിലെ എനിക്കൊന്നും ഒരു ക്ഷീണം കാണാറില്ല. ഞാൻ രാവിലെ എന്റെ ജോലി നോക്കി പോന്ന. പിന്നെ എന്ത് പറ്റി? അതെ, രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയില്ലോ. അച്ഛൻ വെളിയിൽ കിടത്തിയില്ലേ, അതുകൊണ്ടൊരു ക്ഷീണമാ. അതിന്റെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അതെ, അച്ഛൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇനി കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലേ വീടിനകത്ത് കേട്ടില്ല, പുറത്ത് കിടത്തോളന്ന്. ഇപ്പം മനസ്സിലായല്ലോ, ഇനി എന്നും അങ്ങനെ സംഭവിക്കോളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അച്ഛൻ കിടത്തിയില്ല, നീ കിടത്തൂല്ലോ എന്ന് പറഞ്ഞു. അതേ സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. കൂടെ വർഷ ഉണ്ടായിരുന്നു. അങ്ങനെ വർഷ വന്നിട്ട് രേവതി ചേച്ചി ചായ എവിടെയാന്ന് ചോദിച്ചു. ചായ ഫ്ലാസ്കിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വർഷ ചായ എടുത്ത് ശ്രീകാന്തിനും കൂടെ കൊണ്ട് കൊടുക്കണം. അപ്പോഴേക്കും ശ്രീകാന്ത് സച്ചിയോട് പറഞ്ഞു, എന്താ സച്ചിയേട്ടാ തലയ്ക്ക് ആകെപ്പാടെ ഒരു പെരുപ്പാണല്ലോന്ന് പറഞ്ഞു. എടാ, അത് നിനക്ക് പതിവില്ലാത്തോണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷം പറഞ്ഞു, ഇനി മേല കുടിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം അറിയൂന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ശ്രുതിയെ മുറിയിലിട്ട് പൊരിച്ചോണ്ടിരിക്കുകയാണ് ശ്രുതി. എന്ത് പരിപാടിയെ കാണിച്ച? മൂക്കുമുട്ട കുടിച്ചിട്ട് നാണമുണ്ടോ ശ്രുതി? വലിയ ബിസിനസ്മാനാന്നും പറഞ്ഞ് നടക്കുക. എന്നിട്ടോ കുടിച്ച് ലെക്ക് കേട്ട് വീടിന് വെളിയില് നാലാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു നാണക്കേടാന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, ഓ ശരിയാണല്ലേ, ശരിയാണ്, എന്ത് പറഞ്ഞാലും ഉണ്ട് ന്യായം. അതെ, ഇങ്ങനെ ഇരിക്കുവാണോ? കുളിച്ചു പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു. അയ്യോ ശരിയാ, അഭിലാഷ് സാറിന് പറഞ്ഞു വിടണം. ദൈവമേ, എന്ത് ചെയ്യാനാന്ന് പറ. അല്ല, അഭിലാഷ് സാർ ഇന്നലെ പോയില്ലേ? ഓ ശരി, പോയല്ലോ, ഞാൻ ആ കാര്യം മറന്നുപോയെന്ന് പറയാ. അതെ, ദൈവത്തെ ഓർത്തൊന്ന് പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ആ കെട്ടൊക്കെ ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിലെ ശ്രുതി കുളിക്കാനടങ്ങ് പോകുമ്പോ കോട്ടുണ്ടായിരുന്നു, കോട്ട് ഊരിയിട്ടുണ്ടായിരുന്നില്ല. ഇതെന്താ ശ്രുതി, കോട്ട് ഇട്ടോണ്ടാണ് നീ കുളിക്കാൻ പോണെന്ന് ചോദിച്ചിട്ട് ആ കോട്ടം കൂടെ ഊരി വാങ്ങുവാണ്. അങ്ങനെ ഊരി വാങ്ങിയിട്ട് ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോ അതിനകത്ത് ഫോണുണ്ട്. ആ സമയം ശ്രുതിയാണ് കുളിക്കാനും കൂടെ കയറി. ശ്രുതി പെട്ടെന്ന് ആ ഫോൺ എടുത്ത് സച്ചിയുടെ അതിനകത്തുനിന്ന് വീഡിയോ എടുക്കണം. ആ രക്ഷപ്പെട്ടു. ഭയങ്കര സന്തോഷമായിരുന്നു ശ്രുതിക്ക്. ആ സമയത്താണ് വീട്ടിലേക്ക് 2-3 ആൾക്കാർ വരുന്നത്. അങ്ങനെ അവരുടെ കയ്യിൽ മാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവര് കയറി വന്നിട്ട് ചോദിച്ചു, അല്ല ഇതാണോ ചന്ദ്രമതി ഹോം അപ്ലയൻസസിന്റെ സുധീന്ദ്രന്റെ വീടെന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോ സച്ചു പറഞ്ഞു, അതെ, ആരെ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങളെ സുധീന്ദ്രനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞ് കയറി വരാൻ പറഞ്ഞു. ചന്ദ്രമതിയും രവീന്ദ്രനും ഒക്കെ അങ്ങോട്ട് വന്നു. പിന്നീട് ചന്ദ്രമതി ചോദിച്ചു, അല്ല ആരെ കാണാനാ? സുധീന്ദ്രനെ കാണാനെന്ന് പറഞ്ഞു. അതെ, അവൻ ഇപ്പൊ തന്നെ വരൂ കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. പിന്നീട് രേവതിയോട് പറഞ്ഞു, രേവതി ഇവർക്കൊക്കെ പോയി കുടിക്കാൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. രേവതി ഒന്ന് നോക്കിയിട്ട് കുടിക്കാൻ എടുക്കാൻ അങ്ങോട്ട് പോയി. ആ സമയം ചന്ദ്രമതി രവീന്ദ്രനെ കാണിച്ചിട്ട് പറഞ്ഞു, അതെ, ഇത് സുധിയുടെ അച്ഛനാ രവീന്ദ്രൻ എന്ന് പറഞ്ഞു. സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സച്ചി പറഞ്ഞു, അതെ, എന്റെ അച്ഛന്റെ മോനാ സുധി എന്ന് പറഞ്ഞു. അത് കേട്ടതും ചന്ദ്രമതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ്. കാരണം സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സുധിയുടെ അച്ഛനാന്ന് പറയുന്നതിന്. കാരണം അച്ഛന്റെ മോനാന്ന് പറയുന്ന കേൾക്കാനായിട്ടാണ് സച്ചിക്ക് ഇഷ്ടം. പിന്നെ സുധി അതിന് മാത്രം വലിയ ആളായിട്ടില്ല എന്നൊരു ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നേ. ആ സമയം ചന്ദ്രമതി സച്ചി ദേഷ്യപ്പെട്ടെന്ന് നോക്കി. പിന്നീട് അവരോട് പറഞ്ഞ്, നിങ്ങൾ ഇരിക്കുക, ഇപ്പൊ തന്നെ സുധി വരൂന്നൊക്കെ പറയണം. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം. തന്റെ മോൻ വലിയ എന്തോ ഒരാളായിപ്പോയി എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രയുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോ സുധി അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും അവര് പോയി സുധിയെ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയുകയാണ്. കാരണം ഇത്ര പെട്ടെന്ന് ഇത്ര വലിയൊരു ബിസിനസ്മാനാവുന്ന ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. അതെ, സുധി ബിസിനസ് തുടങ്ങിയിട്ട് കുറച്ച് കാലമല്ല അയാളുടെ ഷോപ്പ് തുടങ്ങിയിട്ട്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഒരു ഇന്റർനാഷണൽ ഡീലർഷിപ്പ് നേടിയെടുക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല, ഞങ്ങളെ കൊണ്ടൊന്നും സാധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല സാറെന്ന് പറയണേ. അങ്ങനെയല്ല, ശരിക്കും ഞങ്ങളൊക്കെ സുധിക്ക് കുറച്ച് ഡീലർഷിപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒന്നുമല്ല, ഞങ്ങളുടെയൊക്കെ ചെറുകിട ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇതെന്ന് പറയുമ്പോ കേരളത്തിൽ മൊത്തത്തിലുള്ള ഡീലർഷിപ്പ് അല്ലേ സുധി ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞു. അത് കേട്ടപ്പോ സുധിക്ക് ഭയങ്കര അഹങ്കാരം ഒന്നുകൂടെ അങ്ങോട്ട് കൂടി. അപ്പോഴേക്കും അവര് പറഞ്ഞു, എന്താണെങ്കിലും ഇതേ കേരളത്തിൽ മൊത്തത്തോടെ എടുത്തിരിക്കും ഇന്റർനാഷണൽ ഡീലർഷിപ്പ് അല്ലേ, അപ്പൊ ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ സമയം സുധി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എത്ര ഷോപ്പ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് അയക്കാം, മെയിൽ അയക്കാം, ഞാൻ ചെക്ക് ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ആ സമയം രവീന്ദ്രനോട് പറഞ്ഞു, അതെ, നിങ്ങൾക്ക് എന്താണല്ലോ ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് ഭാഗ്യം തന്നെയാ. ശരിക്കും ഇത്ര പെട്ടെന്ന് ഇവന് ഇത്രയും വളർച്ചയൊക്കെ ഉണ്ടായത് നിങ്ങളുടെ പുണ്യാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, പിന്നെ ഇവനെ കുറിച്ചൊന്നും പറയാതിരിക്കാ ഭേദം. ഇവന്റെ പുണ്യം കാരണം എന്റെ അച്ഛന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ വിളിച്ചു. എടാ സച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പിന്നെ സച്ചി ഒന്നും മിണ്ടിയില്ല. സച്ചി പറയാൻ വന്ന വേറെ പല കാര്യങ്ങളുമാണ്, പണം എടുത്തോണ്ട് ഓടിയ കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ വെച്ച് സച്ചി അങ്ങോട്ട് നിർത്തി.
പക്ഷെ ചന്ദ്രമതിക്കും ശ്രുതിക്കും സുധിക്കുന്നു ഒട്ടും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒടുവില് അവര് പറഞ്ഞു, എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ, ഞങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും, ഇനി ഇങ്ങനെ നല്ല നല്ല ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനന്ദിച്ചിട്ടാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയം ശ്രുതി വലിയ അഹങ്കാരത്തോടു കൂടി സെറ്റിൽ കാലുമേ കാലെ കയറ്റി വെച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അമ്മയച്ച, ഇപ്പൊ കണ്ടില്ലേ, എല്ലാരും എന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നു കണ്ടോ? ഞാൻ പറഞ്ഞില്ല ഒരു നാള് ഞാൻ വലിയൊരു ബിസിനസ്മാൻ ആവുന്നു. എന്നിട്ടോ നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ മോൻ നല്ലൊരു ബിസിനസ്മാൻ ആവുന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അതിനെന്താ ചന്ദ്ര, ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷെ എങ്കിലും ഉണ്ടല്ലോ, ആരെങ്കിലും രണ്ടുപേര് വന്നു കഴിയുമ്പോ ഈ സച്ചിയുടെ വിളി എടാ പോടാ ഇവൻ അവനെന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമില്ല, എനിക്ക് നാണക്കേടാന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ, അവന്റെ സ്വഭാവം നിനക്കറിയാലോ. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ആഹാ, നീ ആള് കൊള്ളാലോ, എടാ ബിസിനസ്മാൻ ആവുന്നെന്നും വെച്ചോണ്ട് നീ നിന്റെ അമ്മയുടെ മോനല്ലാതാവുന്നില്ലല്ലോ, വലിയ ബിസിനസ്മാൻ ആണെന്നും പറഞ്ഞോണ്ട് നിന്റെ അമ്മ നിന്നെ സാറെന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്താണ് നീ പറഞ്ഞേ? അല്ല, ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മ നിന്നെ മോനെന്നല്ലേ വിളിക്കത്തുള്ളൂ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ചന്ദ്രമതി കാര്യമൊക്കെ ശരി തന്നെ, എന്നാലും ഒരു കാര്യമുണ്ട്, ഇവന് കൊടുക്കേണ്ട വില ഇവന് കൊടുത്തേ മതിയാവുള്ളൂ, പണ്ടത്തെ പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊരു തർക്കവും കാര്യങ്ങളൊന്നും വേണ്ട, എടാ എത്ര വലിയ ബിസിനസ്സുകാരനായാലും എന്തായാലും നമ്മൾ നീല മറന്നു പെരുമാറില്ല, വന്ന വഴി മറക്കാനും പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അച്ഛ എന്റെ കഴിവിനുള്ള അംഗീകാരം കിട്ടിയിരിക്കുന്നത്, എനിക്ക് കുറെ പഠിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അംഗീകാരം എന്നെ തേടിയെത്തിയത്, അവര് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത്? എടാ നീ പണം കൊടുത്ത് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചാണോന്ന്. പണം കൊടുത്തോ? അതെ, അവരെങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോന്ന്, ഞങ്ങളുടെയൊക്കെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട്. അത് കേട്ടതും ശ്രുതി പറഞ്ഞു, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, ഇവൻ അസൂയ കാരണം എങ്ങനെയൊക്കെയും പറയണമെന്ന് പറഞ്ഞു. രേവതിക്ക് ദേഷ്യമായി. രേവതി പറഞ്ഞു, അസൂയോ? സച്ചേണ്ണ സച്ചേണ്ണ ഇല്ലായിരുന്നെ കാണായിരുന്നു, ഈ ഡീലർഷിപ്പ് കിട്ടുമോ ഇല്ലയോ? അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പത്തിനും സച്ചി പറഞ്ഞു, വേണ്ട 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 രേവതി, നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളെന്ന് ചോദിച്ചു. ഒന്നുമില്ല അച്ഛാന്ന് പറയണം. രേവതിക്ക് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു, സച്ചേണ്ട സത്യസന്ധതയ്ക്കാണ് അയാൾ ഡീലർഷിപ്പ് തന്നേന്ന്, അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഈ ഡീലർഷിപ്പ് കൊടുക്കാതെ പോകേണ്ടതാണ്. ഒടുവില് ചന്ദ്രമതി സുധീനെ ആശ്വസിപ്പിക്കുകയാണ്, നീ വിഷമിക്കൊന്നും വേണ്ടും വേണ്ട മോനെ, നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് സച്ചി തനിക്ക് ഓട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് ചന്ദ്രമതി സുധിയോട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ സമാധാനമായി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു, എന്റെ മോൻ നല്ലൊരു ബിസിനസ്മാൻ ആയല്ലോ, ഇതിൽ എനിക്ക് അഭിമാനിക്കാന്ന് പറഞ്ഞു. ആ സമയം ശ്രുതി പറഞ്ഞു, അതേ അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഇനി പലതും നടക്കും, ശ്രുതിയുടെ നല്ല സമയാന്ന് പറയണ, ശ്രുതിയുടെ മാത്രമല്ല നമ്മുടെയൊക്കെ നല്ല സമയാന്ന് ശ്രുതി പറഞ്ഞു. അത് കേട്ടപ്പോ ചന്ദ്രമതി ചോദിച്ചു, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ അമ്മ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. രേവതി ഓർത്ത്, ഇതെന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയണേ എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ രേവതി മുറിയിലേക്ക് ചെന്നപ്പോ സച്ചി റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രേവതി പറഞ്ഞു, സച്ചിയുടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോ, ഇപ്പൊ തന്നെ സമയം കുറെ ലേറ്റായി, നിനക്കറിയാലോ ഓട്ടം ഉള്ളതാ പോണെന്ന് പറഞ്ഞു. പിന്നീട് സച്ചി പറഞ്ഞു, എന്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ട്, നീ എടുക്കാൻ പറയണം. ഫോണോ എവിടെ? അവിടെ ഇരിപ്പുണ്ട്, നോക്കാൻ പറഞ്ഞു. രേവതി ഫോൺ നോക്കുവാണ്, അവിടെ എങ്ങും കണ്ടില്ല, സച്ചിയുടെ ഇവിടെ ഇല്ല, നീ ആ കോട്ടിന്റെ പോക്കറ്റ് നോക്ക്, കാണുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്തും ഇല്ല. ഫോൺ ഇല്ലാന്നോ? പിന്നീട് അവിടെ മൊത്തം അരിച്ചു പെറുക്കുവാണ്. സച്ചിക്ക് നല്ല ദേഷ്യമായിരുന്നു. സച്ചി രേവതിയോട് പറഞ്ഞു, അവിടെയും കൂടെ ഒന്ന് നോക്കാൻ പറയാണ്. രേവതിയോട്, സച്ചിയോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഫോൺ പോയിട്ടുണ്ട്, നമുക്ക് വേറൊരു ഫോൺ വാങ്ങാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതൊന്നും പറ്റില്ല, എനിക്ക് എന്റെ ഫോൺ തന്നെ വേണമെന്ന് പറഞ്ഞു. അതെന്താ സച്ചിയോട് എങ്ങനെ ദേഷ്യപ്പെടുന്നേ? അതെ, അതിനകത്ത് കുറെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിനക്കറിയാലോ ഓട്ടം വിളിക്കുന്നവരുടെ നമ്പറും കാര്യങ്ങളൊക്കെയാ, അപ്പൊ എനിക്ക് ആ ഫോൺ കിട്ടിയാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ സച്ചിയുടെ ടെൻഷൻ അതല്ല, അതിനകത്താണ് ശരത്തിന്റെ വീഡിയോ ഉള്ളത്, ആ ഫോൺ ആരുടെയും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ലീക്ക് ആവുമല്ലോ എന്നൊരു ടെൻഷനായിരുന്നു മനസ്സിൽ. പിന്നീട് സച്ചി എന്ത് ചെയ്തു, മഹേഷിനെ വിളിക്കുവാണ്. മഹേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മഹേഷെ, എന്റെ ഫോൺ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഫോൺ കാണുന്നില്ലെന്നോ? എവിടെ പോയി? അതെനിക്ക് അറിയില്ലാത്ത, ഇന്നലെ പാട്ട് നടക്കുന്നിടത്തും മിസ്സായി പോയെന്ന് അറിയത്തില്ല, ഇവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. എടാ ഫോൺ പോയെങ്കിൽ വേറെ ഫോൺ മേടിക്കാന്നല്ലേ ഉള്ളൂ, എടാ പൊട്ടത്തരം പറയല്ലേ, ആ അതിനകത്ത് വേറെ പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ആ വീഡിയോസും കാര്യങ്ങളല്ലേ അതേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതെ അതെ, കുറെ ഫോൺ നമ്പറൊക്കെ ഉണ്ടെന്ന് പറയണ. രേവതി കേൾക്കാതിരിക്കാൻ വേണ്ട അങ്ങനെ പറയണത്. ഒടുവിൽ മഹേഷ് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയണം. സച്ചി പറഞ്ഞു, ഞാനിപ്പോ തന്നെ അങ്ങോട്ടേക്ക് വരാം, ചിലപ്പോ ആ ഹോട്ടലിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറയണം. ഈ സമയം ശ്രുതി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. രക്ഷപ്പെട്ടു, സച്ചിയുടെ അഹങ്കാരം ഇതോടുകൂടി തീരും, സച്ചിയുടെ മാത്രമല്ല രേവതിയുടെ. അങ്ങനെ
ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിന് ശ്രുതി മുറിയിലേക്ക് വന്നു. ആ സമയത്ത് ശ്രുതി വന്നിട്ട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എന്താ? അല്ല എന്നെ കുറിച്ച് ഇപ്പൊ നിന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം തന്നെയെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ ഞാൻ നല്ലൊരു ബിസിനസ്മാൻ ആയത്, എന്നെ തേടി ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? അങ്ങനെ വേണം. ഇപ്പൊ നീ ഒരു ബിസിനസ്മാന്റെ ഭാര്യയാന്ന് പറഞ്ഞു. അല്ല നീ ഇതെങ്ങോട്ടാ? അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ക്ലയന്റ് ഉണ്ട്, പോണോന്ന് പറയണ. എടി നീ ആ പാർലർ പണിയൊക്കെ നിർത്ത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ കടയിൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ വരും. നീ പാർലറിൽ പോക്ക് നിർത്തിയിട്ട് കടയിലേക്ക് വരാൻ പറഞ്ഞു. കടയിലേക്ക് വരാനോ? അതേനെ, എനിക്ക് ഡീലറെ കാണാൻ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, നീ കടയിൽ പോയിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതിക്ക് ദേഷ്യമായി. ശ്രുതി പറഞ്ഞു, എന്റെ ജോലി കളഞ്ഞിട്ട് ഞാൻ കടയിൽ പോയിരിക്കണോ അല്ലേ? ദേ ശ്രുതി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ അതിൽ നിന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ശ്രുതി പറഞ്ഞു, നീ എന്തിനാ കഷ്ടപ്പെടുന്നേ? നമ്മുടെ കടയിൽ വന്നിരുന്നാ പോരെ? അത് വേണ്ട, എനിക്ക് അങ്ങനെ ആരുടെയും തണലിൽ കഴിയാനൊന്നും ആഗ്രഹമില്ല. കാരണം എനിക്ക് അധ്വാനിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹം. ഇന്ന് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രധാനപ്പെട്ട ക്ലയന്റ് ചിലപ്പോ പോയെന്നിരിക്കും. ശ്രുതിക്ക് ഇതൊക്കെ പറയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, അല്ല ശ്രുതി, കൂടുതലൊന്നും പറയണ്ട, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പോണെന്ന് പറയണം. ഒടുവിൽ ശ്രുതി പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ ശ്രുതിയോട് ചോദിച്ചു, ഇതെന്താ ഒരു ഉത്സാഹ സ്നേഹമൊന്നും ഇല്ലാത്തെ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ഞാൻ പോവല്ലേ, പോകുന്ന സമയത്തൊന്ന് വിഷ് ചെയ്തെങ്കിലും ഇടാൻ പറഞ്ഞു. ഒടുവില് ശ്രുതി എന്നിട്ട് പറഞ്ഞു, അയ്യോ സോറി ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു. അങ്ങനെ വിഷ് ചെയ്തൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ശ്രുതി അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ ശ്രുതി പെട്ടെന്ന് ഫോൺ എടുത്ത് മീരയെ വിളിക്കുകയാണ്. മീരയോട് പറഞ്ഞു, മീരെ നീ പെട്ടെന്നൊരു കാര്യം ചെയ്യുക, വാ നമുക്ക് ആന്റണിയുടെ ഓഫീസിൽ വരെ പോകണമെന്ന് പറയാണ്. എന്തിനാ? അതൊക്കെ ഉണ്ട്, നീ വരാൻ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു ശ്രുതിക്ക്. വീഡിയോയും കാര്യങ്ങളും കൈ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആന്റണിയുടെ കൈ കൂടെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നവീൻ ദാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നൊരു ചിന്ത. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.